നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി ജൂനിയറുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത്? കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനിലേക്ക് അദ്ദേഹം പോവില്ലേ എന്നുള്ളതാണ് ആരാധകർ ആകാംക്ഷയോട് കൂടി ഉറ്റുനോക്കുന്ന കാര്യം. റയൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ഓഫർ, ഇനി അപ്പുറത്തേക്കൊന്നുമില്ല. സൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തുടരാം, അല്ലെങ്കിൽ പോവാം എന്ന നിലപാടിലാണ് റയൽ മാഡ്രിഡ് ഉള്ളത് എന്ന് ഇന്നലെ മാർക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്ന് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ടർ കഹിമോറ്റ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളത് നോക്കുകയാണ്, എന്താണ് അദ്ദേഹം ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് നോക്കാം. അദ്ദേഹം പറയുന്നത്, റയൽ മാഡ്രിഡ് വിനി ജൂനിയർക്ക് പുതിയൊരു കോൺട്രാക്റ്റ് ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായ ഉടനെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ വിനി ആവശ്യപ്പെടുന്ന പേയ്മെൻറ്റിനേക്കാൾ കുറഞ്ഞ തുകയാണ് ഈ പുതിയ ഓഫറിലുള്ളത്. വിനി ജൂനിയറും റയൽ മാഡ്രിഡും തമ്മിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് റിന്യൂവൽ ടോക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരിക്കൽ പോലും അവർ എഗ്രിമെൻറ്റിൽ എത്തുന്നതിൻ്റെ തൊട്ടടുത്ത് പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. വിനിയുടെ ആവശ്യം വേറെയാണ്, റയൽ അത്രത്തോളം കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അവിടെ ഒരു നല്ല ഗ്യാപ്പുണ്ട്. വിനി ജൂനിയറിന് 18.5 മില്യണാണ്, 5 മില്യൺ യൂറോയാണ് ആനുവലി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ പുതിയ കോൺട്രാക്റ്റിൽ 20 മില്യൺ യൂറോ മാക്സിമം കൊടുക്കാം എന്നുള്ളതാണ് റയൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് വിനി 30 മില്യൺ യൂറോ ചോദിച്ചു എന്നൊക്കെ വേറെ വാർത്തകളുണ്ടെങ്കിലും ഈ 20 മില്യൺ യൂറോ എന്നുള്ളത് പ്രശ്നമല്ല, വിനി ഓക്കെയാണ് അതിന്. പക്ഷെ പ്രോബ്ലം എന്താണ്? ദി മെയിൻ പ്രോബ്ലം ഈസ് സൈനിങ് ബോണസ്. റയൽ മാഡ്രിഡ് വിശ്വസിക്കുന്നത് ഓൾറെഡി റയൽ മാഡ്രിഡിലുള്ള ഒരു താരത്തിന് കൊടുക്കുന്ന സൈനിങ് ബോണസ് ഫ്രീ ഏജൻ്റായിട്ട് വരുന്ന ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറവായിരിക്കും. എംബാപ്പയ്ക്കൊക്കെ കൊടുത്തതിനേക്കാൾ എന്തായാലും ഓൾറെഡി റയലിൽ തന്നെ തുടരുന്ന ഒരു താരത്തിന് കൊടുക്കുന്ന സൈനിങ് ബോണസ് കുറവായിരിക്കും എന്നുള്ളതാണ് റയലിൻ്റെ ഒരു നിലപാട്. വിനീൻ്റെ ക്യാമ്പ് പക്ഷേ ആർഗ്യുമെൻറ്റ് ചെയ്യുന്നത് സൈനിങ് ബോണസ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൺസിഡറബിളി ലോവർ ദാൻ വാട്ട് റയൽ മാഡ്രിഡ് വുഡ് പേ ടു സൈൻ എ ന്യൂ പ്ലെയർ ആസ് എ റീപ്ലേസ്മെൻറ്റ്. വിനിയെ ഒഴിവാക്കി പുതിയൊരു പ്ലെയറെ പകരം കൊണ്ടുവരികയാണെങ്കിൽ റയൽ മാഡ്രിഡ് ആ പുതിയ പ്ലെയർക്ക് കൊടുക്കേണ്ട സൈനിങ് ബോണസിനേക്കാൾ എത്രയോ കുറച്ചാണ് വിനി ഇപ്പോൾ ചോദിക്കുന്ന സൈനിങ് ബോണസ്. അപ്പോൾ അത് കിട്ടണം എന്നാണ് വിനിയുടെ സംഘത്തിൻ്റെ ആവശ്യം, അതായത് വിനിയുടെ ഏജൻസിയിലൂടെ വിനി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈനിങ് ബോണസിൻ്റെ കാര്യത്തിലാണ് സംശയങ്ങളുള്ളത്. അത് റയൽ കൊടുക്കാമെന്ന് പറയുന്ന സൈനിങ് ബോണസ് വിനി ആവശ്യപ്പെടുന്ന സൈനിങ് ബോണസിനേക്കാൾ കുറവാണ്. വിനിയുടെ അതിൻ്റെ ലോജിക്ക് ഇതാണ്, പുതിയൊരു താരത്തെ സൈൻ ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്ന സൈനിങ് ബോണസിനേക്കാൾ എത്രയോ കുറവല്ലേ ഞാനിവിടെ തുടരാൻ ചോദിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും രണ്ട് ഭാഗവും, അതായത് റയൽ മാഡ്രിഡും വിനി ജൂനിയറും അവരുടേതായിട്ടുള്ള വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് എന്നുള്ളതാണ്. ഈ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നത് വരെ ഇതിങ്ങനെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. വിനി ജൂനിയറുടെ കാര്യത്തിൽ ഹീസ് ഇൻ നോ ഹറി. അദ്ദേഹത്തിന് വേവലാതിയില്ല, പെട്ടെന്ന് ചെയ്യണമെന്നില്ല. കാരണം അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള സമയം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. കാരണം ഹി വുഡ് സൈൻ വിത്ത് ഹൂ എവർ ഹി വാണ്ട്സ് ഇൻ ജാനുവരി ആസ് എ ഫ്രീ ഏജൻറ്റ്. അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ആൻഡ് ബിക്കോസ് ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദി സൈനിങ് ബോണസ് ഫ്രം ഹിസ് ലാസ്റ്റ് കോൺട്രാക്ട് ദാറ്റ് വിൽ ബി പെയ്ഡ് ഇൻ ജാനുവരി. അപ്പോൾ ആ രൂപത്തിൽ വിനിക്ക് അനുകൂലമായിട്ട് ടൈമുണ്ട്. പക്ഷേ റയലിൻ്റെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇനി വിനി ജൂനിയർ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൻ്റെ അവസാന ഇയറിലേക്ക് കാലെടുത്ത് വെച്ചാൽ പിന്നെ റയലിന് താരത്തെ ഫ്രീ ഏജൻ്റായിട്ട് വിട്ടുകൊടുക്കേണ്ട ഒരവസ്ഥ വരും. അത് ഒഴിവാക്കാനാണ് റയൽ മാക്സിമം ശ്രമിക്കുന്നത്. ജനുവരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിനി ജൂനിയർ സ്വാഭാവികമായിട്ടും മറ്റ് ക്ലബ്ബുകളോട് നെഗോഷിയേറ്റ് ചെയ്യാൻ ലീഗലി എലിജിബിൾ ആവുകയും ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് തന്നെ പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കണം. ഇനി അതല്ല എങ്കിൽ അദ്ദേഹത്തെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വിൽക്കുക എന്നുള്ളതാണ് റയലിന് സേഫായിട്ടുള്ള കാര്യം. അങ്ങനെ സേഫായിട്ട് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ലെയിൻ ടൈം കുറക്കും, ബെഞ്ചിലിരിക്കേണ്ടി വരും എന്നുപോലും അറിയിച്ചു കഴിഞ്ഞു എന്ന് മാർക്കിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സംഗതി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. തീരുമാനമെടുക്കേണ്ടത് വിനി ജൂനിയറാണ്. തക്കം പാർത്ത് ആഴ്സണൽ അവിടെ നിൽപ്പുണ്ടെന്ന കാര്യം മറക്കണ്ട. ഇപ്പോൾ ചില സോഴ്സുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈവൻ ആഴ്സണലുമായിട്ട് വിനി ജൂനിയർ പേഴ്സണൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ്. അതിന് അത്ര വലിയ ഒരു പ്രാധാന്യമൊന്നും കൊടുക്കണ്ട, അത്തരത്തിൽ ചില സോഴ്സുകൾ പറയുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ ഈ കോൺട്രാക്ട് സൈനിങ് നടന്നില്ലെങ്കിൽ ഉറപ്പാണ് വിനിയെ നമുക്ക് ആഴ്സണലിൽ കാണേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.